നമസ്കാരം. ഞാൻ ഡോക്ടർ ഹുസ്ന ഹുസൈൻ, ജനറൽ സർജൻ, ദയ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എന്താണ് വെരിക്കോസ് വെയിൻ? ബേസിക്കലി നമ്മുടെ കാലുകളിൽ രക്തസമ്മർദ്ദം കൂടുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോൾ കാലുകളിലുള്ള രക്തം തിരിച്ച് മേലെ കയറി പോവാത്തൊരവസ്ഥ വരികയും അതോടുകൂടെ രക്തം അവിടെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ വരും. അങ്ങനെ ആ സിരകളിൽ, അതായത് വെയിനുകളിൽ ബൾജ് വരും, അതായത് ഒരു വീർമത വരും. അങ്ങനെയാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത്. ഇനി ഇതിന്റെ കാരണങ്ങൾ, മെയിനായിട്ടും ഇതൊരു ജനിതകരമായിട്ടുള്ള രോഗമാണ്. ജനറ്റിക് ആയിട്ട് വരിക എന്ന് പറയും. നമ്മൾ കുടുംബത്തിലുള്ളവർക്ക് ഉണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് വെച്ച് കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെന്ന് കരുതി മക്കൾക്കത് തീർച്ചയായിട്ടും വരണം എന്നൊന്നുമില്ല. അതിന് കൂടെ സഹായിക്കുന്ന കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് അമിതവണ്ണമുള്ള ആൾക്കാർക്ക്, അതായത് ഒബിസിറ്റി ഉള്ളവർക്ക്, പിന്നെ ഈ ഗർഭസ്ഥാവസ്ഥയിൽ ഈ ഹോർമോണലിന്റെ വ്യത്യാസം കാണും, പ്രഗ്നൻസിയിൽ ചിലർക്ക് ഈ വെരിക്കോസ് വെയിൻ വരാറുണ്ട്. അത് കൂടാതെ ഒത്തിരി നേരം നിൽക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ കണ്ടുവരാറുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ കാരണങ്ങൾ. ഇനി ഇതിന്റെ ലക്ഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഞരമ്പുകൾ കണ്ടുവെന്ന് വരില്ല. ചിലർക്ക് ഞരമ്പുകൾ കാണാം. അത് തന്നെ ചെറിയ ഞരമ്പുകളായിട്ടായിരിക്കും. അതായത് ത്രെഡ് വെയിൻസ് എന്ന് പറയും. നമ്മൾ ചെലന്തി വല പോലെയുള്ള ത്രെഡ് വെയിൻസ് അല്ലെങ്കിൽ സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്ന രീതിക്ക് ഞരമ്പുകൾ കാണാം. ചിലർക്ക് വലിയ വലിയ ബൾജുകളായിട്ടുള്ള ഞരമ്പുകളായിട്ടായിരിക്കും വരുന്നത്. വെരിക്കോസിന്റെ വേദന എന്ന് പറയുന്നത് ഒത്തിരി നേരം നമ്മൾ നിന്നിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ, ഒത്തിരി ഒരു 10 മിനിറ്റിൽ കൂടുതൽ നിൽക്കുമ്പോൾ കാലിൽ അനുഭവപ്പെടുന്ന ഒരു വലിച്ചിലുണ്ട്. അതാണ് പൊതുവെയും വെരിക്കോസ് വെയിന്റെ വേദനയായിട്ട് കണക്കാക്കുന്നത്. പിന്നീടുള്ളതെന്ന് പറയുമ്പോൾ ഒത്തിരി നാളായിട്ടുള്ള ഈ വെരിക്കോസിന്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഈ സ്കിന്നിലെ ചേഞ്ചസ് വരും. അതായത് തൊലിപ്പുറത്തുള്ള വ്യത്യാസങ്ങൾ വരും. തൊലിയുടെ കളറുകൾ മാറുകയും കറുത്ത കളറിലേക്ക് പോകും. പിന്നീടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ബ്ലീഡിങ് വരും. ഈ ഞരമ്പുകളിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങും. പിന്നീട് അത് വ്രണങ്ങളായി മാറും. വ്രണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി കാലമായിട്ടും ഉണങ്ങാത്ത രീതിക്കുള്ളൊരു വ്രണങ്ങൾ അനുഭവപ്പെടും. ഇതൊക്കെയാണ് വെരിക്കോസ് വെയിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ വേദനകളും വെരിക്കോസിന്റെ ആയിക്കൊള്ളണമെന്നില്ല. എല്ലാ തടിച്ചു നിൽക്കുന്ന ഞരമ്പുകളും വെരിക്കോസ് വെയിൻ ആവണമെന്നില്ല. അപ്പൊ ഇത് നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറുടെ സഹായം തേടുക തന്നെ വേണം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് വെരിക്കോസ് വെയിൻ കണ്ടുപിടിക്കാൻ, ഡയഗ്നോസ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് നമ്മൾ ഒരു ഡോക്ടറിനെ സമീപിക്കുക. ഒരു ജനറൽ സർജനെ അല്ലെങ്കിൽ ഒരു വാസ്കുലർ സർജനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവർ ക്ലിനിക്കൽ എക്സാമിനേഷൻ, പരിശോധനയിലൂടെ അത് വെരിക്കോസ് വെയിൻ ആണോ, വെരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഏത് സ്റ്റേജ് ആണ് എന്നുള്ള രീതിക്ക് നമുക്കത് തിരിച്ചറിയാൻ പറ്റും. പിന്നീടുള്ളതാണ് സ്കാനിങ് എന്നുള്ളത്. അതായത് കാലുകളിലെ ഡോപ്ലർ സ്കാനിങ് നമുക്ക് ഇത് ഉറപ്പുവരുത്താനായിട്ട് സഹായിക്കും. ഈ വ്രണങ്ങളാവാതെയും ബ്ലീഡിങ് ആവാതെയും അത്രയും ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാതെ തുടക്കത്തിൽ തന്നെ നമ്മൾ വെരിക്കോസ് വെയിൻ കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് ഉള്ള ഒരു സർജറിയാണ് ഇത്.